ഹലോ, കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വ്ളോഗുമായിട്ട് വരുന്നത്. നമ്മൾ ഷോർട്സ് വീഡിയോ ഇടലുണ്ടെങ്കിലും വ്ളോഗ് അങ്ങനെ നമ്മൾ ഇടൽ കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ വൈഫ് അഫ്നു നമുക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് നമ്മളെ കല്യാണം വരാൻ പോവാണ്. നിക്കാഹിന് നമുക്കൊരു സോങ് അവൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു, എൻ ഹൈറ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട്, അതായത് കല്യാണ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഈ അടുത്ത ദിവസമാണ് നമ്മളെ കല്യാണ ഫംഗ്ഷൻ വരുന്നത്. അപ്പം എന്താ പറയുക, എല്ലാവരുടെ പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും എല്ലാം വേണം. ഒരു വെറൈറ്റി സോങ് ആണ്, മാഷാഅല്ലാഹ് അടിപൊളിയായിട്ടുള്ളൊരു സോങ് ആണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പാട്ട് പാടാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്ക് ഓള് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് മെല്ലെ അവളോട് പറയാണ്ട സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് സർപ്രൈസ് ആയിട്ട്. യാത്ര തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആകാശം തന്നെ നോക്കി, പിന്നെ ആ ക്ലൈമറ്റ് മെല്ലെ മെല്ലെ ഇങ്ങനെ മാറുന്നുണ്ടോ എന്നൊരു സംശയം. നല്ലൊരു മയക്കുള്ളൊരു കോളൊക്കെ എവിടെയൊക്കെ വരുമ്പോൾ ഒരു ഫീലൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഓറഞ്ചും റെഡും അലേർട്ടുകളൊക്കെയാണ് ഇപ്പം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഏതായാലും നല്ലൊരു വിഷ്വൽ ഭംഗി കിട്ടുന്നുണ്ട്. ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ പെയ്യാൻ നല്ല സാധ്യതകളുണ്ട് കേട്ടോ. പറഞ്ഞ് തീർന്നില്ല കേട്ടോ, അപ്പോഴേക്കും നല്ല അടിപൊളി ഒരു മഴയായിട്ട് പെയ്താണ്. അങ്ങനെ ഫൈനലി നമ്മൾ സർപ്രൈസ് ആയിട്ട് ഓളം മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പെട്ടെന്ന് കണ്ടപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലോണം കാണാൻ പറ്റും. അഫ്നുവിന്റെ ഉപ്പയും അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പോലെ സ്റ്റുഡിയോന്റെ താഴെത്തി സ്റ്റുഡിയോത്തെ ചെക്കനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളവിടെ എത്തിയിട്ട്. എപ്പോഴാ പാട്ട്? നമുക്ക് നമ്മളെ കല്യാണത്തിന് എൻട്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കാനൊരു സോങ് റെഡി ആക്കിയില്ലേ. അപ്പം നമ്മൾ കല്യാണത്തിനും ഒരു സോങ് എനിക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. സെറ്റല്ലേ? അങ്ങനെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണല്ലേ. എന്താണ്, എക്സൈറ്റ്മെന്റിലാണോ? കൊറേ കണ്ടതല്ലേ, പക്ഷേ എന്നാലും നമ്മളെ കല്യാണത്തിനുള്ള പാട്ടാവുമ്പോ സ്പെഷ്യൽ വരികളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മളൊരു ഹൈറ വൈബിലുള്ള ഒരു സാധനം. അതായത് ധൈര്യം പകരാനാണ് ഞാൻ വന്നത്. അതെ, ധൈര്യമൊക്കെ ചോർന്നു പോയോ? അപ്പം ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കല്യാണത്തിനേക്കുള്ള ആ സ്പെഷ്യൽ സോങ് ഓള് പാടി തുടങ്ങിയതാണ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ പാടുന്നുണ്ട്, നല്ല വൃത്തിയുണ്ട്, നല്ലൊരു വെറൈറ്റി ലൈനും ഒക്കെ മൊത്തത്തിലൊരു സൂപ്പർ സാധനം കേട്ടോ. സത്യം പറഞ്ഞാലേ പാട്ട് പാടുന്ന ഇങ്ങനെ ഇത്ര പാട്ട് നമ്മളധികം പാടാത്തതുകൊണ്ട് തന്നെ, കോമഡി വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പാട്ടിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഇത്ര ലൈവായിട്ട് ഇങ്ങനെയാണ് ഇത് പാട്ട് പാടലും ഇവിടുന്ന് ഇങ്ങനെ ഡബ്ബിങ് കാര്യങ്ങളും ഇതൊക്കെ ചെയ്യലും നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സംഭവം ഏതൊരു സംഭവത്തിനെ പോലെ തന്നെ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളും, കാരണം ഒരേ ടൈമിൽ ഒരേ താളത്തിനനുസരിച്ച് പാടേണ്ടി വരും. അപ്പം കറക്റ്റായിട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പ്രതീക്ഷ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പം എനിക്കൊരു പൂതി, എൻ്റെ പേര് പാട്ട് മൈക്ക് എന്തായാലും എല്ലാവരും നിർബന്ധം പ്രകാരം നമ്മൾ ഓഡിയൻസ് തലവും പറയുന്നുണ്ട് ഈ പാട്ട് പാടണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് പാടാൻ വേണ്ടി മൈക്കൊക്കെ സെറ്റാക്കുകയാണ്. പക്ഷേ ഇത് പാടിയിട്ടാൽ കേൾക്കുന്ന കമൻസ് ആലോചിച്ചിട്ട് തൽക്കാലം ഞാൻ പാടുന്നില്ല. അഫ്നു പാടണോ? എൻ്റെ പരിപാടി അല്ലേ? ഏതാ പാടുക? കല്യാണത്തിൻ്റെ ഏതായാലും ഈ പാടിക്കോ, കാരണം അത് അത്രയും മനോഹരമായിട്ട് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണല്ലോ. അപ്പം ഞാൻ വിചാരിക്കുന്ന പാട്ട് എൻ ഹൈറേ നീയണയോ. തൽക്കാലം ഞാൻ ഒന്നും പാടുന്നില്ല കേട്ടോ. ഏത് പാട്ട് പറയുന്ന പാടാ? ഈ പറയുന്ന പാട്ട്, അറിയുന്ന പാട്ട്, സിമ്പിളായിട്ട് പാട്ട്, സിമ്പിൾ മണിച്ചേട്ടൻ്റെ പാട്ടാടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിച്ചേട്ടനെ. അങ്ങോട്ട് കേൾക്കുമോ? ഓല് കേൾക്കുമോ അങ്ങോട്ട്? ആണോ? ഇല്ല. ഓലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുയയാകെ അലഞ്ഞോ ഞാണ്ടി, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണോ. അതല്ല എനിക്കിഷ്ടം. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കും, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും പോന്നു വന്നോട്ടേന്നാ. ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ പാട്ട്. അപ്പോൾ ഇതോടുകൂടി ഞാൻ പാട്ട് പാടുന്ന നിർത്തി ഓക്കെന്നെ കൊടുക്കാൻ പോവാണ്.
അപ്പം ഇനി പാട്ട് പാടാൻ വേണ്ടി, കാരണം ഞാൻ പാടിയാൽ ഇത് റെഡി ആവും എനിക്ക് തോന്നുന്നില്ല. റെഡി ആവൂലേ? അപ്പം എനിക്ക് നല്ല പാട്ട് പാടാൻ പഠിപ്പിച്ചു തരണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഹാഫായി സോങ് പാടിയിട്ട്, ഇനി ഹാഫും കൂടി പാടിയാൽ നമുക്ക് ഫിനിഷ് ആയി അല്ലേ? എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ പ്രതീക്ഷ അല്ലേ? അനുപല്ലവിക്ക് ശേഷമൊക്കെ കിട്ടില്ല, എനിക്ക് ഭയങ്കര ലൈക്കായി അതിൻ്റെ വരി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പെട്ടോ. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. ഒന്നും കൂടി, ഇതാണ് നമ്മളെ ചെക്കൻ ഇർഷാദ് മുടിക്കോട്. ഇർഷാ സാധനം സെറ്റായിട്ടോ, നൈസായി. അങ്ങനെ പാട്ടൊക്കെ പാടി കഴിഞ്ഞു അല്ലേ? ഉഷാറായിട്ടുണ്ട്, 100 വട്ടം ഹാപ്പിയാണ്. സംഭവം എന്തായാലും ഒരു അടുത്തൊരു വെറൈറ്റി ഒരു മാരേജ് സോങ് ആണെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം അങ്ങനെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം തൽക്കാലം അധികം കടലൊക്കെ ഉണ്ട് കൂടുതൽ, കടല എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പം തൽക്കാലം ഞങ്ങൾ ഇനി പാട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് വീഡിയോ ഇട്ടിട്ടാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം തന്നെയാണ് നമ്മളെ കല്യാണ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഡേറ്റ് നമ്മൾ തൽക്കാലം റിവീൽ ചെയ്യില്ലല്ലോ, ഇല്ല. അപ്പോൾ സർപ്രൈസാണ്. അപ്പം ടാറ്റാ.